ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ജയിലർ 2-ന്റെ അനൗൺസ്മെന്റ് ടീസർ വന്നിട്ടുണ്ട്. ഇപ്പം 2 ദിവസമായിട്ടുണ്ട് ഇത് വന്നിട്ട്. ഞങ്ങളത് ഇപ്പോഴാണ് കാണാൻ പോകുന്നത്. നമുക്ക് ജയിലർ ഫസ്റ്റ് നമുക്ക് അറിയാവുന്നതാണ്, ഒരു ഓളം വരുന്നില്ല ആ ഒരു സിനിമ ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് മൊത്തത്തിൽ ഇന്റർവെല്ലും ലാലേട്ടന്റെ ഇൻട്രോ, അതുപോലെ ശിവാനന്റെ ഇൻട്രോ, അവരുടെ സീൻസുകൾ, മൊത്തത്തിൽ ഈ പടം ആദ്യത്തെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ പടം പിന്നെ വേറെ രീതിയിലോട്ട് മാറിയിട്ട് ആ മാസ് എലമെന്റ്സ് എല്ലാം കൂടെ വന്നിട്ട് ഭയങ്കര ഒരു മൂവിയായിരുന്നു. ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു സിനിമ സമ്മാനിച്ചത്. കേരളത്തിൽ നിന്ന് നമുക്കറിയാം ഒരു 50 കോടി മേളിൽ കളക്ഷൻ കിട്ടിയ ഒരു പടമാണ്. അത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടന്റെ ഒരു അപ്പിയറൻസ് കൂടെ വന്നപ്പോഴത്തേക്കാണ് ആ ഒരു കളക്ഷൻ ഭയങ്കരമായിട്ട് കൂടിയത്. അപ്പം ഇതിന്റെ സെക്കൻഡിന്റെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ 4 മിനിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ നേരത്തെ ഇതിന്റെ അനൗൺസ്മെന്റ് വീഡിയോ, അതുപോലെ തന്നെ നെൽസന്റെ എല്ലാ പടത്തിലും പടത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നതിന് മുമ്പ് അവരുടെ നെൽസണും അതുപോലെ അതിനകത്ത് കുറെ ആൾക്കാരുടെ എല്ലാം കൂടെ ഒരു വീഡിയോ വരാനാണ് ചാൻസ്. അപ്പൊ ഇതും അതുപോലെ തന്നെ ആയിരിക്കാമെന്ന് നോക്കാം. നമ്മളതിനെ കണ്ടു നോക്കാം. வங்கக்கடலில் மேற்கொண்ட பெண்கள் புயல் கரை கடந்த நிலையில் மேலும் மற்றொரு புதிய காற்றழுத்த தாழ்வு மண்டலம் புயலாக வலுப்பெற்று கோர முகத்துடன் நகர்ந்து வருவதாக வானிலை ஆய்வு மையம். மறுபடியும் சைக்ளோனா நெல்சா, நம்ம வேணா திரும்பி கிளம்பி சென்னைக்கே போயிடலாமா? சென்னையில தான் ஜி, அதனால தான் ஸ்டோரி டிஸ்கஷன் வந்துருக்கிறேன் ஜி. அங்க மக்கள்லாம் என்ன ஜி பண்ணுவாங்க நம்ம இல்லாம? நம்ம இருந்தா என்ன பண்ணுவாங்களோ அதே தான் பண்ணுவாங்க ஜி. ஓஹோ, அப்போ ஓகே. பெரிய தார் அப்படியே சைடில் சுத்தி போட்டுருவாங்க ஜி. உங்களுக்கு தான் நிறைய டைம் பண்ணிக்கல ஜி. நம்ம இந்த டிஸ்கஷன் ஒரு ஃபியூ மந்த்ஸ்க்கு அப்புறம் வச்சுக்க கூடாது. உங்களுக்கு என்ன ஜி, வார ஏதாவது ஒன்று ரிலீஸ் பண்றீங்க, நமக்கு அப்படியா? கடைசியா என் படம் வந்ததுக்கு அப்புறம் 5 புயல் வந்துச்சு, ட்ரம்ப் திருப்பி வந்துட்டாரு. எனி டைம் ஓகே ஓகே ஓகே. ஒரு 5 மினிட்ஸ் அப்படியே சைலண்டா மெடிடேட் பண்ணிட்டு யோசிப்போமா? மாட்டியாச்சு. மட்டும் காலை கண்ணாடி മറ്റേനകത്ത് ഇങ്ങനെ ബ്ലറായിട്ട് കാണിക്കുന്നത്, എല്ലാവരുടെ ഇന്റർ കാണിച്ച് ഇങ്ങനെ ബ്ലറായിട്ട്. ഇതും അങ്ങനെ பாருங்க, இது பாக்கெட்ல இருந்து கீழே விழுந்து போயிடுறாரு. നടത്തു തന്നെയല്ലേ? ഇതിലെ ഷോട്ട് അതല്ലേ? ആ ഷോട്ട് ഷോട്ട് അല്ലേ? ഓ ടൈഗർ വയലൻസ് ആണോ? ബ്ലഡൊക്കെ பயங்கரமா இருக்கேன் சார். இதுவே பண்ணிடலாமே.
ഇതിന്റെ ആ ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് തന്നെ വേറെ ലെവലാക്കി. എന്ന് വെച്ചാല് നമ്മള് ഫസ്റ്റിനകത്ത് നമുക്കറിയാം ബ്ലാക്ക് ഹ്യൂമർ പ്ലസ് മാസ് ആക്ഷൻ ആണ് വന്നിരിക്കുന്നത്. ഈ ടൈറ്റിൽ അനൗൺസ്മെന്റിനകത്ത് തന്നെ ബ്ലാക്ക് ഹ്യൂമർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതൊരു മാസ് ആക്ഷൻ പരിപാടി കാണിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് വീണ്ടും കോമഡി പോലെ കാണിക്കുന്നു. അങ്ങനെ ഭയങ്കരമായിരിക്കും. സിനിമ വേറെ ലെവലാക്കാനുള്ള ചാൻസ് ഒക്കെ ഇതിനകത്ത് തന്നെ നമുക്ക് കാണുന്നുണ്ട്. പിന്നെ ആ ഒരു ഈ ടൈറ്റിൽ അനൗൺസ്മെന്റ് ആയിട്ട് തന്നെ ഇതിനകത്ത് വെച്ചേക്കുന്ന 2-3 ഷോട്ട് തന്നെ അടിപൊളിയാണ്. ഇല്ലേ, ആ ഗ്ലാസ് കാണിച്ചിട്ട് ആ കാണിച്ച ആ ഒരു ഫ്രെയിമും അതൊക്കെ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്തുവായാലും നല്ല അല്ലേ, ഫസ്റ്റ് പോലെ തന്നെ നല്ല വൃത്തിക്ക് പണിയെടുക്കട്ടെ എന്ന് നമുക്ക് ആശ്രയിക്കാം. പിന്നെ നമുക്ക് ലാലേട്ടൻ, അതുപോലെ തന്നെ നമുക്കറിയാം ശിവരാജ് കുമാർ ഫസ്റ്റിനകത്ത് വന്നുണ്ടാക്കിയ ഓളം. അപ്പൊ ഇതുപോലെ എനിക്ക് തോന്നുന്നു ഇതിനകത്തിന് വേറെ അവര് ചിലപ്പോൾ അവർ കാണാതിരിക്കാം, ചിലപ്പോൾ കാണാതിരിക്കാം. കാണത്തില്ലെങ്കിൽ തന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ആയിട്ട് കുറച്ചുപേരെ കൊണ്ടുവരുമെന്നാണ് നമ്മൾ പ്രതീക്ഷ. എന്ന് വെച്ചാൽ അതിന്റെ ഡബിൾ ആയിരിക്കും ഈ ഒരു പടം വരാൻ പോകുന്നത്. ഫസ്റ്റില് നമുക്ക് ഓരോ സീനും നമുക്ക് അല്ലേ ഭയങ്കര ഗൂസ് ബംസ് അടിച്ച സീനുകളാണ് എല്ലാം. ഈ സീൻ കണ്ടിട്ട് തന്നെ നമുക്ക് ആ ഒരു ഹൈപ്പ് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് അനിരുദ്ധിന്റെ ആ ഒരു ബീജിയം കയറി വന്നപ്പോഴത്തേക്ക് ഉണ്ടാക്കിയ ഒരു ഓളം, അത് ഈ ഒരു ഇപ്പൊ ഈ ഒരു അനൗൺസ്മെന്റ് ടീസറിനകത്ത് നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് ആ പഴയ ബീജിയം കേട്ടപ്പം. അപ്പൊ എന്തായാലും കിടിലൻ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.